ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സഫിദാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ നാട് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിതേ നമ്മുടെ കൂടെ ഈ അച്ചച്ചനും കൂടെ ഉണ്ട്. അച്ചച്ചൻ എന്നും ഈ വഴി നടന്നു പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ നാട് കാണാൻ പോവാണ്. അപ്പോൾ നാടൊക്കെ കാണാൻ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ ഈ വഴി എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അതേ നമുക്കിങ്ങനെ പോയാലോ, എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടാൻ പോകുന്നത് നോക്കൂ. ആ കാണുന്നതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അവരെ കൂടെ കൂട്ടിയിട്ട് നടക്കാൻ പോകാം. നോക്കും, ഞങ്ങൾ ക്യാമറ പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ ഒരാളിങ്ങനെ മുഖമൊക്കെ തട്ടക്കൊട്ട് മറച്ചിട്ട് ഇങ്ങനെ ഓടി മറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു മരത്തിലത് കുറേ കായകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു ഇവർ കുട്ടിക്കാലത്ത് ഇത് BP ആയിട്ട് ഊതുമായിരുന്നു അത്ര. അപ്പോൾ അതൊന്ന് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഊതി തന്നു. അപ്പോൾ ആദ്യം ഊതിയപ്പോൾ അതൊന്നും ഇങ്ങനെ സൗണ്ടൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രസം തോന്നി. അപ്പോൾ ഞങ്ങൾക്കും അതുപോലെ ഒരെണ്ണം അങ്ങനെ പൊട്ടിച്ച് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളും ഇനി ഇതൊന്ന് ഊതി നോക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഊതിയപ്പോൾ വെറും കാറ്റ് മാത്രമാണ് കേട്ടോ, വെറുതെ ശബ്ദമൊന്നും അതൊന്നും വന്നില്ല. അപ്പോൾ എനിക്കിത് ചിരി വന്നു. ഞാൻ ഒന്നുകൂടെ ഉമ്മ തന്നെ ഊതി തരുമെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അത് ഉമ്മ ഊതുമ്പോൾ വീണ്ടും ശബ്ദം വന്നിരിക്കുക. ഞങ്ങൾക്കിത് വളരെയധികം കൗതുകമായിട്ട് തോന്നിയിട്ടോ. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഗൈസ്, നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള കായ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ അതേ നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കാണാനായിട്ട് പച്ചപ്പൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വഴികളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് മേഘങ്ങൾക്കിടയിൽ ഒരു വെളിച്ചം കണ്ടത്. മറ്റാരും അല്ല കേട്ടോ, സൂര്യൻ ചേട്ടനാണ്. ഇതേ നോക്കൂ. അപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു പണ്ട് ഇവർ ഇത് ആനക്കൊമ്പായിട്ട് ഉപയോഗിച്ചിരുന്നു, കളിക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളിതേ അതൊക്കെ കണ്ട് ഇവരെ കോയുണ്ട്, ചീരയുണ്ട്, ഇതിനിടയിൽ